ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 122 മണ്ഡലങ്ങളിലെ പ്രചാരണമാണ് അവസാനിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇന്നും എൻഡിഎക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ മഹാസഖ്യത്തിനായി പ്രചാരണത്തിനുണ്ട്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ പട്നയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ്, ഇനി രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണവും അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരസ്യപ്രചാരണം അവസാനിക്കാൻ പോകുന്നു. തികഞ്ഞ ആത്മവിശ്വാസം പ്രതീക്ഷാ മുന്നണികൾ വെച്ച് പുലർത്തുന്നുണ്ട്. താരപ്രചാരകരും ദേശീയ നേതാക്കളും ഒക്കെ കളം നിറയുന്നു. വിവരങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ. ടി കെ, ഏതായാലും വലിയൊരു പ്രചാരണ കാലം അവസാനിക്കുന്നു. ജനങ്ങൾ അവസാന വിധിയും എഴുതാൻ പോവുകയാണ്. ബീഹാറിൽ രണ്ടാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുമ്പോൾ അത് ഒരു കൊട്ടിക്കലാശം കണക്കെ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികളൊക്കെ തന്നെ ഉള്ളത്. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ നിരന്തരം സംസ്ഥാനത്ത് എത്തിച്ച് ബീഹാർ എത്രത്തോളം പ്രധാനമാണ് ഇരു മുന്നണികൾക്കും എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ദേശീയ തലത്തിൽ പോലും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. NDA സർക്കാരിനെ നിലനിർത്തുന്നതിൽ, കേന്ദ്രത്തിൽ നിലനിർത്തുന്നതിൽ നിതീഷ് കുമാറിനും LJP ഒക്കെയുള്ള പങ്ക് അത് വളരെ വലുതാണ്. അതുകൊണ്ട് ഈ ബീഹാർ നഷ്ടപ്പെടാതിരിക്കുക NDA സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അടക്കം ക്യാമ്പ് ചെയ്ത് ഇവിടെ നിരന്തരം റാലികളിൽ പ്രസംഗിക്കുന്നത്. ഇന്നും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകും. കോൺഗ്രസ് മറുവശത്ത് മഹാസഖ്യത്തിൽ വലിയ പ്രതീക്ഷ ഇപ്പോഴും കാത്തുവെക്കുന്നുണ്ട്. അവർ വലിയ പ്രചാരണം ഇന്നലെയും നടത്തിയതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ പ്രധാനമായും പ്രചാരണം നടന്നത്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി കൂടി സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. വലിയ പ്രചാരണം ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും വോട്ട് കൊള്ള അടക്കമുള്ള ആരോപണങ്ങളാണ് ഈ അവസാന ലാപ്പിൽ രണ്ടാം ഘട്ടത്തെ കൂടുതൽ വലിയ ചർച്ചകൾ നിറഞ്ഞു നിന്ന കാര്യങ്ങൾ. വോട്ട് ചോരി ആരോപണത്തിൽ ഒരു പടി കൂടി കടന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പട്നയിലെ ഹോട്ടലിൽ വെച്ച് ചില രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അവിടെ CCTVകളും മറ്റും അമിത്ഷാ എത്തുമ്പോൾ മറച്ചു വെക്കുന്നുണ്ട് എന്നതടക്കമുള്ള ആരോപണം കഴിഞ്ഞ ദിവസം പവൻ ഖേര അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചതാണ്. അങ്ങനെ ആരോപണങ്ങൾ കടുപ്പിച്ചുകൊണ്ട് ഈ അവസാന ലാപ്പിനെ നേരിടുകയാണ് കോൺഗ്രസ്. മറുവശത്ത് NDA ആവട്ടെ ഒന്നാം ഘട്ടത്തിലുണ്ടായ വലിയ വോട്ട് അത് ഭരണവിരുദ്ധ വികാരമായിരുന്നില്ല, പോളിംഗ് ശതമാനം ഉയർന്നത് ഭരണത്തിന് അനുകൂലമായിരുന്നു എന്നൊരു വിലയിരുത്തലിലാണ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ 5%-ലധികം പോളിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായിരുന്നത്, ഭരണം മാറുകയായിരുന്നു ചെയ്തത് എന്ന ചരിത്രവും അവിടെ നിൽക്കുന്നുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ സാന്നിധ്യം ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രശാന്ത് കിഷോറും കാര്യമായ പ്രചാരണം ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. സീമാഞ്ചൽ മേഖല അടക്കമുള്ളതാണ് ഈ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തേണ്ടത്. അസസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്കടക്കം ഈ ഘട്ടത്തിൽ വലിയ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും. അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് ഈ സീമാഞ്ചൽ മേഖല. അങ്ങനെ വിവിധ തലങ്ങളിൽ വിവിധ പാർട്ടികൾക്ക് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിധിയാണ് മറ്റന്നാൾ ജനങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത്. ടി കെ. ശരി, ശ്രീനാഥ് ചന്ദ്രൻ ബീഹാറിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.